നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്ത് വെട്ടിലായിരിക്കുകയാണ് CPM പത്തനംതിട്ട ഘടകം. മലയാലപ്പുഴ സ്വദേശിയായ ശരൺ ചന്ദ്രനെയാണ് CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത്. വിശദീകരണം പാർട്ടിയുടെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. മുൻപ് RSSലും BJPയിലും പ്രവർത്തിച്ചയാളാണ് ശരൺ ചന്ദ്രൻ. ആ സമയത്തായിരുന്നു കാപ്പ കേസിൽ പ്രതിയായത് എന്നാണ് CPMന്റെ വിചിത്രമായ വാദം. CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി കുമ്പഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയും മലയാലപ്പുഴ സ്വദേശിയുമായ ശരൺ ചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവർ ശരൺ ചന്ദ്രനെ മാലയിട്ടും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു സ്വീകരണം. സന്തോഷ് കുമാർ, അച്ചു, അഭിലാഷ്, ബിച്ചു, സജു, വിഷ്ണു, ആദർശ്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി. ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണ കേസുകളിൽ ശരൺ പ്രതിയായത്. പോലീസ് എടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് പറയുന്നത് ജില്ലയിൽ നിന്ന് പുറത്താക്കിയ ചില വാർത്തകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. അയാൾ കാപ്പ് ചുമത്തി അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? കാപ്പയല്ലേ അതിൽ 15-1 15-15 അയാൾ പോലീസ് ജില്ല വിട്ടു പോകേണ്ടി വരും. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെതിരെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്താതെ താക്കീത് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും തുടർച്ചയായി കേസുകളിൽ പ്രതിയായതോടെ ശരൺചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. തുടർന്ന് ജൂൺ 23-ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ CPMൽ ചേർന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാപ്പ കേസ് പ്രതിയെ CPM സ്വീകരിച്ചതും പാർട്ടിയിൽ അംഗത്വം നൽകിയതും വലിയ വിമർശന വിധേയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. കുറ്റകൃത്യം ചെയ്തയാളെ BJP മാറ്റി നിർത്തിയതാണ്. ആ ആളെയാണ് ഇപ്പോൾ CPM സ്വീകരിച്ചത്. സംസ്ഥാന മന്ത്രി തന്നെ സ്വീകരണത്തിൽ മുന്നോട്ട് വന്നു. ഇതാണോ CPM നടത്തുന്ന തിരുത്തലെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങൾ അവരെ മാറ്റി നിർത്തി. ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി. ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്? സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലൊരു അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത്. CPIM എങ്ങോട്ടാണ് പോകുന്നത്?